കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ, യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ കൂടെ വരാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ഇതൊരു TV പ്രോഗ്രാം പോലെ എടുക്കരുത്, ഇതൊരു ശുശ്രൂഷയാണ്. നമ്മളൊരു യോഗത്തിൻ്റെ അകത്തിരിക്കുന്ന പോലെ വേണം ഇന്നിരിക്കാൻ. യേശു നമ്മുടെ സമീപമുണ്ട്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിടുതലുകൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യം, നമ്മുടെ നോട്ടം വേറെ എവിടെയൊക്കെ അവരെന്നെ സഹായിക്കുമോ എന്ന് മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കും, നമ്മുടെ കഴിവുകളിലേക്ക് നോക്കും. നോട്ടം അവിടെ നിന്നൊക്കെ മാറി എന്നെ സഹായിക്കുന്നൊരു കർത്താവുണ്ട്. നമ്മൾ കാണുന്നില്ല, പക്ഷേ വിശ്വസിച്ച് ഒരാളും ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവമക്കളെ, ഒരാളും കർത്താവിൽ ആശ്രയിച്ച ഒരാളും അവരുടെ തലമുറയും ഇന്നേ വരെ ലജ്ജിച്ചു പോയിട്ടില്ല. എത്ര പേരുടെ അനുഭവം നമ്മൾ കാണുന്നത്. ഇതൊരു മതമല്ല, ഇതൊരു മതത്തിലേക്കുള്ള ക്ഷണമല്ല. ജീവിക്കുന്ന കർത്താവുമായിട്ട് നാം നടക്കുക. നമ്മളെ ഓരോരുത്തരെ സൃഷ്ടിച്ച, മൂക്കിൽ ശ്വാസമൂതിയ ദൈവം തമ്പുരാന് മനുഷ്യനായിട്ട് ഇവിടെ വന്ന് നമ്മുടെ വേദനകൾ രുചിച്ചറിയുവാൻ, രോഗികളെ തൊട്ടു. ഒരു പാപിയെയും നീ പാപിയാ, കൊള്ളരുതാത്തവനാന്ന് പറഞ്ഞ് കർത്താവ് തള്ളിക്കളഞ്ഞില്ല. അവനെ മുഖ്യധാരയിലേക്ക്, അവനെ ക്ഷമിച്ച്, അവന് മാന്യത കൊടുത്ത് മടക്കിക്കൊണ്ടുവന്ന്. അതല്ലാതെ പിന്നെ ആരാ ദൈവപ്രത്യക്ഷത? ആ ക്രിസ്തുവിൽ വെളിപ്പെട്ടതല്ലേ ദൈവപ്രത്യക്ഷത. ആ യേശു സ്നേഹത്തോടെ ഇന്ന് സമീപമുണ്ട്. ഈ ലോകം ഒരു നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നശിക്കുകയല്ല, കർത്താവിനോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഈ ഭൂമിയിലും ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പാപക്ഷമയും നിത്യജീവനും നിത്യസ്വർഗത്തിൻ്റെ അവകാശവും നമുക്കുണ്ട്. സോ ഇന്നത്തെ വചനം അതിലേക്ക് നമ്മളെ നടത്താൻ പോകുന്നത്. കർത്താവിലേക്ക് നമുക്ക് നോക്കാം, വചനത്തിലേക്ക് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം നമ്മൾ വായിക്കാൻ പോവാ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നമ്മുടെ ഉള്ളിൽ തെളിയേണ്ട ഏക മുഖം യേശുവിൻ്റെ മുഖമാണ്. നമ്മുടെ ഉള്ളിൽ പല പ്രശ്നങ്ങളും പല വ്യക്തികളും നിശ്ചയമായിട്ടും ഈ ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒത്തിരി മുഖങ്ങൾ തെളിഞ്ഞു വരും, സാധ്യതയുണ്ട്. പത്രോസ് തന്റെ ലേഖനത്തിൽ പറയാ, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ രാജാവായി വേർതിരിപ്പീൻ. സെപ്പറേറ്റ് the throne of your heart for Jesus. നിന്റെ മനസ്സിന്റെ, നിന്റെ ചിന്തയുടെ, നിന്റെ വിചാരങ്ങളുടെ ഇരിപ്പിടം ആർക്ക് മാറ്റിക്കൊടുക്കുക? സെപ്പറേറ്റ് എന്ന വിശുദ്ധീകരിപ്പി എന്നുള്ളതിന്. അവിടെ വേറെ ആരെയും ഇരുത്തരുത്. കൈകൊടുത്ത് പറയുക, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ചിന്തകളിൽ ഒരു മുഖമേ തെളിയാവൂ. അതേത് മുഖമായിരിക്കണം? നമ്മളുടെ യാത്ര ആരുടെ മുഖം കണ്ടുകൊണ്ടായിരിക്കണം? നമ്മുടെ ഈ കണ്ണ് അവങ്കിൽ നിന്ന് മാറ്റുവാനുള്ള മുഴുവൻ കാര്യങ്ങളും പിശാച് പദ്ധതി ഒരുക്കിക്കൊണ്ട്, വാർത്തകളിലൂടെ ആകാം, വിഷയങ്ങളിലൂടെ ആകാം, ആ കോൺസെൻട്രേഷൻ. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകും. നമ്മൾ വഷളാകുന്നത് എപ്പോഴാ? നമ്മുടെ നോട്ടം കർത്താവിൽ നിന്ന് മാറുമ്പോൾ. യേശുവിൻ്റെ കൂടെ പത്രോസ് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, നിങ്ങൾക്ക് നടക്കാം. യേശുവിൻ്റെ കൂടെ നടക്കാം.
ഞാൻ വിചാരിക്കുന്ന കർത്താവിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയായിരിക്കും പത്രോസ് നടന്ന്. അല്പം കഴിഞ്ഞപ്പോൾ തിരമാലയും കൊടുങ്കാറ്റും വീണ്ടും വന്നപ്പോൾ പത്രോസ് ആ മുഖത്തു നിന്ന് മാറി തിരമാലയിലേക്ക് നോക്കിയപ്പോൾ മുങ്ങിപ്പോയി. ആ മുഖത്തു നിന്ന് നമ്മുടെ കണ്ണ് പറയരുത്. സ്തോത്രം. അതുകൊണ്ടാണ് പാട്ടുകാരൻ ആ ദിനമതിൻ തുടസത്തിൽ ഏത് മുഖം കാണണം, പിന്നെ ദിവസം മുഴുവൻ ആ മുഖം കണ്ടോണം. ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം, ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം. ഓ ദർശിച്ച നരനൊരു ദുരിതവും വരികില്ല. ഓ ദർശിച്ച നരനൊരു ദുരിതവും വരികില്ല. ഞാൻ പൂനായില് യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിൽ എൻ്റെ BD കോഴ്സിന് പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് നാട്ടിലേക്ക് പോരാൻ ടിക്കറ്റ് ഇല്ലാത്ത ഒരു സ്ഥിതി വന്നു. ഞാനവിടെ എക്സ്റ്റേണൽ കോഴ്സിന് ഇടയ്ക്ക് മാത്രം എനിക്ക് ചെന്നാൽ മതി. എനിക്ക് തിരിച്ചു പോരാൻ പറ്റുന്നില്ല. ഒരു ഉത്സവ സമയമാണ്, ഒറ്റ ട്രെയിനില്ല, ബസ് കിട്ടുന്നില്ല. എനിക്ക് ഇടയ്ക്ക് ആക്ച്വലി ബെൽഗാം എന്ന് പറയുന്ന സ്ഥലത്ത് വരണം. എന്നെ കർത്താവിൽ നടത്തുന്ന ഒരു ദൈവദാസനോട് ഒപ്പം വരണോണ്ട് വേറെ ട്രെയിൻ ടിക്കറ്റും എടുത്തിട്ടില്ല. അവിടെ 2 ബസ് സ്റ്റേഷനുണ്ട്. ഞാൻ ഓർക്കുന്നു, രാവിലെ ആധിയിട്ട് എഴുന്നേൽക്കുക. അയ്യോ, എല്ലാം ക്ലോസ് ആണെന്നാ കേട്ടോ. ഒന്നാമത് ആധി ഇട്ട് ഓടരുത്, കൈ കൊടുത്ത് പറഞ്ഞ്. ടിക്കറ്റ് ഒന്നുമില്ല, വിഷയം. എല്ലാവരും പറഞ്ഞു. ഞാൻ കേട്ട വാക്ക് മുഴുവൻ തോമസെ ഉദ്ദേശിക്കുന്ന പോലല്ല കേട്ടോ, ടിക്കറ്റ് ഒന്നുമില്ല. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയ ടിക്കറ്റ് ഒന്നുമില്ലെന്നാ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അങ്ങനെയുള്ള രാത്രിയിൽ ആനെ സ്വപ്നം കാണും. രാവിലെ എഴുന്നേൽക്കുന്ന എന്ത് പറഞ്ഞോണ്ടാ? ടിക്കറ്റില്ല, എങ്ങനെ പോവും? ചോദ്യചിഹ്നങ്ങളുമായിട്ട് എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒരൊറ്റ വിടിയിലാണ്. ക്ലാസ് നടക്കുന്ന ഒരു ദിവസമാണ്, അല്ല ഒരു ശനിയാഴ്ച. പിന്നെ തിങ്കൾ ചൊവ്വായും കൂടെ ക്ലാസ് വന്നു. ഞാൻ ഓടി ട്രാൻസ്ഫർ സ്റ്റേഷനിൽ ചെന്നു. 2 ബസ് സ്റ്റാൻഡ്, മറ്റിടത്ത് നിന്ന് 2ഇടത്തും ഒരൊഴിവുമില്ല. വീണ്ടും ഞാൻ ചെന്നു. ഒടുവിൽ ഞാൻ ഇവരുടെ കാല് പിടിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നു സാറേ, ഒന്ന് സഹായിക്കണേ, ഒന്ന് കൈയെടുത്ത് പറ, കാല് പിടിക്കാനല്ല നിന്നെ വിളിച്ചെന്നു. കൈ കൊണ്ടത്തരും, കൈ കൊണ്ടത്തരും. കൈ കൊടുത്ത് പറ, രാവിലെ കർത്താവിൻ്റെ മുഖം കണ്ടിട്ട് ഇറങ്ങിയാൽ പകൽ ആരുടെയും കാല് പിടിക്കേണ്ടി വരത്തില്ലെന്ന്. ഒടുവിൽ ഇവർ പറഞ്ഞു, ഇവിടെ തന്നോടല്ലേ പറഞ്ഞ പോകാൻ, ഇതൊക്കെ കേൾക്കേണ്ടി വലിയ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു. പിന്നെ തിങ്കളാഴ്ച, ഞായറാഴ്ച ഇല്ല, തിങ്കളാഴ്ച, തിങ്കളും ചൊവ്വായും കൂടെ ക്ലാസ്സുള്ള. എനിക്ക് പെട്ടെന്ന് ടിക്കറ്റ് വേണം. വീണ്ടും ഞാൻ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് സെമിനാരിൽ നിന്ന് ഇറങ്ങി വരിക. രാവിലെ പിശാചിൻ്റെ മുഖാംബുജം കണ്ടിട്ടാണ് ഇറങ്ങി വരുന്നു. പ്രശ്നങ്ങൾ കേട്ടിട്ടാണ് ഇറങ്ങി വരുന്നു. ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ആ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരുമ്പോൾ എൻ്റെ അകത്തൊരു ശബ്ദം, മകനെ, നീ 3 ദിവസമായി ഇത് ആരോടെല്ലാം പറഞ്ഞു? എന്നോട് പറഞ്ഞോ? ഒരു നേർത്ത ശബ്ദം. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, ആരിലും കാണട്ടെന്നും കൊണ്ട് ഞാൻ ആ വഴിയിൽ അങ്ങ് നിന്നു. പലരും കോളേജിലോട്ട് വരുന്നു. ഞാൻ കണ്ണടച്ചു. കർത്താവേ, സോറി, ഞാൻ ഈ കാര്യം നിൻ്റെ കരുത്തിലേൽപ്പിക്കും. എൻ്റെ ഉള്ളിൽ നിന്ന് ഏതാണ്ടെല്ലാം ഭാരം അങ്ങ് പോയി. ഞാൻ ഫ്രീ ആയി. വേഗം ചെന്നു. കഴിഞ്ഞ തവണ എന്നെ ഇറക്കി വിട്ടേ അതേ ബസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ ഓഫീസ് തുറന്നിട്ടില്ല, 9-നെ തുറക്കത്തുള്ളൂ. ഞാനവിടെ നിന്നപ്പോൾ ആ ബസ് സ്റ്റേഷനിൽ തന്നെ പുസ്തകം വിൽക്കുന്ന ഒരു അപ്പച്ചൻ്റെ കടയുണ്ട്. ഞാനിങ്ങനെ നിൽക്കുന്ന കണ്ട് അദ്ദേഹം ചോദിച്ചു, എന്നാ കുഞ്ഞ് ഇവിടെ നിൽക്കുന്നത്? അപ്പം എനിക്കിങ്ങനെ ബെൽഗാമിലോട്ടൊരു ടിക്കറ്റ് വേണം, ഒന്നും കിട്ടുന്നില്ല. എൻ്റെ വീട് എവിടാ? കേരളത്തിലാണ്. എന്തോ ചെയ്യുക? ഞാനിവിടെ സെമിനാരി പഠിക്കുക. ആ പൈസ ഇങ്ങതാ. ഈ അപ്പച്ചൻ പൈസയും മേടിച്ച് ഓഫീസ് തുറക്കുന്നതിന് മുമ്പേ 2 മിനിറ്റ് കൊണ്ട് അകത്തുനിന്ന് ബെൽഗാമിനുള്ള ടിക്കറ്റ് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ എന്നെ ഞുള്ളിയൊക്കെ നോക്കി, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? ഞാനിങ്ങനെ പതുക്കെ, ഈ അപ്പച്ചൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആയിരിക്കുന്നതുകൊണ്ട് അന്നത്തെ കാലത്ത് 10-20 രൂപ എടുത്ത് കയ്യിൽ. പൊക്കോണം, നിന്റെ പൈസയ്ക്കൊന്നുമല്ല ഞാൻ ചെയ്തത്.
ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം. ഓ ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖാംബുജം. ഓ ദർശിച്ച നരനൊരു ദുരിതവും വരികില്ല. ആമേൻ. ദർശിച്ച നരനൊരു ദുരിതവും വരികില്ല. ഇത്രയും നേരം വചനം കേട്ടപ്പോ എത്ര പേർക്ക് കർത്താവിനോടൊരു സോറി പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്? ധൈര്യമായിട്ട് പറഞ്ഞു. ഒന്ന് കണ്ണടച്ച് പിടിച്ച് 2 കൈ ഉയർത്തി പറ്റാവുന്നിടത്തോളം സോറി രാവിലെ ഒന്ന് പറഞ്ഞേ. കർത്താവേ, ഐ എം സോറി കർത്താവേ, സോറി കർത്താവേ, നീ എനിക്ക് മതിയായവനാ. എൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നീ എനിക്ക് മതിയായവനാ. പറഞ്ഞേ, എൻ്റെ ചെറുതും എൻ്റെ വലുതുമായ കാര്യങ്ങൾ നീ എനിക്ക് മതിയായവനാ, എനിക്ക് മതിയായവനാ. എബ്രായ സഭയോട് പറയാ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശുവിനെ നോക്കി ഇറങ്ങിയ ജനം ഇപ്പോൾ ഇതാ അവരുടെ കാലിൽ ഒരു വഴുതൽ, അവരുടെ നോട്ടത്തിനൊരു മാറ്റം. അതിന്റെ 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. ഇപ്പോഴത്തെ എബ്രായ സഭയുടെ അവസ്ഥ നമുക്ക് കാണാം. എബ്രായർ 2:1 വായിക്കും. അതിനുശേഷം എബ്രായർ 10 ഏറ്റവും ഒടുവിലത്തെ വാക്യം കൂടെ വായിക്കണേ. എബ്രായർ 2:1 വാക്യവും എബ്രായർ 10 ഒടുവിലത്തെ വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ. യേശുവിനെ നോക്കാന്ന് പറഞ്ഞ അവന്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ നോക്കണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ആ ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ കർത്താവ് നമുക്ക് തന്ന വചനം, അപ്പോസ്തലന്മാർ മുഖേന തന്ന വാഗ്ദത്തം, അവൻ ആരാണെന്നുള്ള അവൻ നമുക്ക് തന്നിരിക്കുന്ന വാക്കുകൾ, അതായിരിക്കണം നമ്മുടെ ഉള്ളിൽ ബലപ്പെടുന്നത്. ആ മുഖത്ത് നമ്മുടെ കണ്ണൊരിക്കലും മാറരുത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ് നാം ഏറ്റു പറയുന്ന അപ്പോസ്തലൻ. എന്താണ്? അങ്ങനല്ലേ വായിച്ചേ? എബ്രായർ 3:1 ഒന്നുകൂടെ വായിച്ചേ. 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും. സ്വീകരിച്ച് പറഞ്ഞാന്നല്ല, ഞാൻ പറഞ്ഞ 84 പറഞ്ഞാന്നാ, പറഞ്ഞേച്ച് നടന്ന ഒക്കത്തില്ല. സ്വീകരിച്ച് പറയണം. എബ്രായ ലേഖനത്തിൽ ഉടനീളം കാണുന്നൊരു പദപ്രയോഗമാണ് സ്വീകാരം, കൺഫെഷൻ, പ്രൊഫഷൻ എന്ന വാക്ക്. ഞാനൊരു വലിയ സത്യമാണ്, നമ്മുടെ വാക്കുകളെല്ലാം ഒരു ഏറ്റുപറച്ചില്ല. വീണ്ടും ഞാൻ പറയാം, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ വാക്കുകളും ഒരു ഏറ്റുപറച്ചില്ല, അല്ലെങ്കിൽ ഒരു തള്ളിപ്പറച്ചില്ല. ഏറ്റു പറയാന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഏറ്റെടുത്ത് പറയാന്ന്. എന്താണ്? ഒരാൾ പറയാണ്, ഉദ്ദേശിക്കുന്ന പോലെയല്ല കേട്ടോ, വിഷയങ്ങളാ ഇവിടെ നാട്ടിലെല്ലാം, അതിന് വില കൂടുക, ഇത് വീഴുക. ആണല്ലേ? ഞാൻ ഏറ്റു പറയാതെ ഞാനും ആ സാഹചര്യത്തെ എന്ത് ചെയ്യാണ്? ഏറ്റെടുക്കുക. ഞാൻ ഉടനെ എന്ത് ചെയ്യണം? ആ ഹോൾഡിനെ ഇടിക്കണം. എൻ്റെ അകത്ത് കയറിക്കൊടുന്ന ആ ചിന്തയെ ഞാൻ എന്ത് ചെയ്യണം? സങ്കല്പങ്ങളെ ദൈവവചനങ്ങളാൽ ഞാൻ എന്ത് ചെയ്യണം? ഇടിക്കണം. ഞാൻ പറയണം, അവിടെയൊക്കെ അങ്ങനെ വരുമായിരിക്കും, എനിക്ക് വരത്തില്ല. കാരണം യേശുവാണ് എൻ്റെ കർത്താവ്. ഉറക്കെ പറ, യേശുവാണ് എൻ്റെ കർത്താവ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നാൽ സ്വീകരിച്ച് പറയുക. അപ്പൊ അവനെ നോക്കി പറയണം. അതാണ് ഇന്നത്തെ വചനം. പറയാം, അവനെ നോക്കി. ഉറക്കെ പറഞ്ഞാട്ടെ. യേശുവിനെ നോക്കി എന്ത് ചെയ്യണം? പറയണം. ഈ കർത്താവിനെ എബ്രായ ലേഖനം പറയുന്ന ആരായിട്ടാണെന്നറിയോ? നിങ്ങൾ എബ്രായ ലേഖനം മുഴുവൻ നോക്കിയാൽ യേശുവിനെ കുറിച്ച് പല കാര്യങ്ങളും പറയുന്നു. പഴയ നിയമ പുരോഹിതനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ ഇതാ പെർഫെക്റ്റ് പുരോഹിതൻ. പഴയ നിയമ മധ്യസ്ഥനെ കുറിച്ച് പറഞ്ഞു, ഇവിടെ അതാ പെർഫെക്റ്റ് മധ്യസ്ഥൻ. പഴയ നിയമ യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അതൊന്നും വേണ്ടാധീനമായിരുന്നു അല്ല, അതൊക്കെ വെറും നിഴല് മാത്രം. ഹിയർ ഈസ് ദ പെർഫെക്റ്റ് വൺ. എബ്രായ ലേഖനത്തിൻ്റെ ഒരു മെയിൻ കാര്യം തന്നെ പെർഫെക്ഷൻ ഉള്ള പെർഫെക്റ്റ് സേവിയർ. ഉറക്കെ പറഞ്ഞേ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനെന്നുള്ള ഇംഗ്ലീഷിൽ ദ ഓഥർ ആൻഡ് പെർഫെക്റ്റർ. അവൻ പെർഫെക്റ്റ് ആണ്, നമ്മളെ പെർഫെക്റ്റ് ആക്കും. സമ്പൂർണത വരുത്തുക, പെർഫെക്റ്റ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. അതുകൊണ്ട് ഇംപെർഫെക്റ്റ് ആൾക്കാരുടെ മുഖത്ത് നിന്ന് നിന്റെ കണ്ണ് മാറ്റി പെർഫെക്റ്റ് ആളെ നോക്കുക. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പടച്ചുവിടുന്ന വാക്കുകളും സന്ദേശങ്ങളും കേട്ട് ഭയപ്പെടാതെ
പെർഫെക്ഷനായവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഇരുവായ്ത്തല വാള് പുറപ്പെടുന്നവന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ ഞാൻ എന്നെ തന്നെ ഉറപ്പിക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. ഇവിടെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആകയാൽ നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനെന്നുള്ളതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കപ്പല് കാറ്റിൽ ഒഴുകി ഇങ്ങനെ നിയന്ത്രണമില്ലാതെ പോകാതെ നങ്കൂരമിടുക അല്ലെങ്കിൽ കരയ്ക്ക് കെട്ടി ഉറപ്പിക്കുകയല്ലേ, ആ പദപ്രയോഗം. അതേ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ പോലും അറിയത്തില്ല എന്ത് ചെയ്തു പോവും. പല പല കാറ്റുകളിലാണ് നീയും ഞാനും. പല പല അടി ഒഴുക്കുകൾ ലോകത്ത് നടക്കുന്നു. ഉപദേശത്തിൻ്റെ കാറ്റുകളുണ്ട്. പൗലോസ് പറഞ്ഞു, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ് ഉഴലുന്ന ശിശുക്കളായിരിക്കാതെ നിന്നെ കെട്ടി ഉറപ്പിക്കണം. നിന്റെ നോട്ടവും നിന്റെ ഉറപ്പും യേശുവിലായിരിക്കണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ ഈ കപ്പൽ ആദ്യം ഇച്ചിരി പോകുമ്പോഴൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന കുറയുമ്പോഴേ, നമ്മുടെ ആരാധനയിൽ മാറ്റം വരുമ്പോഴേ നമ്മൾ ജാഗ്രതയുള്ളവരാകണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ബൈബിൾ വായിക്കാൻ പഴയ പോലെ താല്പര്യമില്ല, വചനം കേൾക്കാൻ താല്പര്യമില്ല. നമ്മൾ തിരിച്ചറിയണം, പ്രൈസ് ദി ലോർഡ്, എനിക്ക് വചനം കേൾക്കാൻ കൊതിയായിരിക്കണം, എനിക്ക് വചനം ധ്യാനിക്കാൻ കൊതിയായിരിക്കണം, എനിക്ക് പ്രാർത്ഥിച്ചാൽ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കണം, ഞാൻ ഉപവസിക്കണം, കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. നമ്മൾ ആദ്യത്തെ ഈ ഒഴുക്കിലൊന്നും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അതാണ് അവിടെ പറയുന്നത്, നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതെന്താ? യേശു. ഉറക്കെ പറ, ഉയർത്ത് ജീവിക്കുന്നു, അവൻ മതിയായവൻ, അവൻ വീണ്ടും വരും, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അവൻ മതിയായവനാ, വാക്ക് മാറത്തില്ല. നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ വരും കാലത്തേക്കും വേണ്ടത് മുഴുവൻ അവൻ കരുതിയിട്ടുണ്ട്. അതാ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കണം. ആ വചനത്തിന്മേൽ നിന്നെ കെട്ടി ഉറപ്പിക്കണം. അതിന് വേറെ വചനങ്ങളൊക്കെ പിശാച് കൊണ്ടുവരും. അവരങ്ങനെ പറഞ്ഞ്, ഇവരിങ്ങനെ പറഞ്ഞ്, അവിടെ ഇത് കേൾക്കുന്നു. അതിൻ്റെ ഒന്നും പുറകെ പോകരുത്, ഒഴുകിപ്പോവും. നിന്നെ ഒഴുക്കാൻ കാറ്റുകൾ ദേശത്ത് അടിക്കുന്നുണ്ടെന്ന് നീ അറിയണം. ഉപദേശത്തിൻ്റെ കാറ്റുകൾ അടിക്കും, റൂമറുകളുടെ കാറ്റുകൾ അടിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദുർവർത്തമാനങ്ങളുടെ കാറ്റുകൾ വരും, പ്രതികൂലങ്ങളുടെ കാറ്റുകൾ അടിക്കും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ സഭയ്ക്കെതിരെ പീഡനങ്ങൾ ആ കാറ്റിൽ കൂടെ നമ്മളൊന്ന് പോയതല്ലേ, അല്ലേ? ആ കാറ്റിൽ ആടി ഉലയുമെന്നല്ലേ നമ്മൾ വിചാരിച്ച്. എന്നാൽ നമ്മൾ ആശ്രയിച്ചത് യേശുവിനെ ആകയാൽ ഇന്നും ഉറച്ചു നിൽക്കാൻ കർത്താവ് കൃപ തന്നതിനായി ആർപ്പോടെ കർത്താവിനെ സ്തുതിക്കാൻ ദൈവമക്കൾ. കേട്ടതിൽ, ആ വചനത്തിൽ നിന്നെ നീ എന്ത് ചെയ്യണം? കെട്ടി ഉറപ്പിക്കും. ആ കെട്ടി ഉറപ്പിക്കൽ അവനെ ഏറ്റുപറയണം. അവൻ്റെ വാക്ക് വേണം സംസാരിക്കാൻ. ഒന്നുകൂടെ എബ്രായർ 3:1 വായിച്ചേ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും. സ്വീകരിച്ച് പറയുക, അവർക്ക് പറഞ്ഞേ. അങ്ങനെ കെട്ടി ഉറപ്പിക്കുന്നത്. എപ്പോഴും അത് പറയുകയും അവനെ നോക്കുകയും അവൻ്റെ വചനത്തിൽ നിൽക്കുകയും ആ വചനം ധ്യാനിക്കുകയും ആ മുഖാംബുജം കാണുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യണം. സ്വീകരിച്ച് പറയണം. ആ വാക്കുകൾ വേണം. നമ്മുടെ വേണ്ടാത്തൊന്നും നമ്മുടെ വായിന്ന്, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തത് ഒന്ന്, ഉപ്പിനാൽ രുചി വരുത്തിയത് മാത്രം, കേൾക്കുന്നവർക്ക് ഇത് കറപ്ഷൻ വരുത്തുന്ന വാക്കുകൾ വായിൽ നിന്ന് പുറപ്പെടരുത്. അതാണ് ഇടവിടാതെ സ്തോത്രം ചെയ്യണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ആമേൻ. പൗലോസ് പറയാൻ, ഞാൻ എല്ലാവരെക്കാളും അധികം അന്യഭാഷകളിൽ സംസാരം. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? സ്തോത്രം ചെയ്യണം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞേ. തിമോഥെയോസിനോട് പൗലോസ് പറയുമ്പോൾ, നീ ഇങ്ങനെ സഭയോട് പഠിപ്പിക്കണം, പുരുഷന്മാർ എല്ലായിടത്തും കോപവും അപ്പൊ പിശാച് കോപത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും, അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞ് വാഗ്വാദിക്കുവാനുമുള്ള കാറ്റുകൾ കൊണ്ടുവരും. കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. എന്നാൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത് എല്ലാവരും ചുമ്മാ ഒരെണ്ണം ഒരേ ഹല്ലേലൂയ പറഞ്ഞ് താക്കല്ലേ. കര ഉയർത്തി സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും പറഞ്ഞോ, വായ് തുറന്ന് സ്തോത്രം പറഞ്ഞ്. ഈ കരം ഉയരുമ്പോൾ അത്ഭുതം നടക്കും. പഴയ നിയമകാലത്ത് കരം ഉയർന്നിരുന്നപ്പോൾ ദൈവജനത്തിന് ജയമുണ്ടായി.
ഈ കരം ഉയർന്നിരിക്കുമ്പോൾ ഈ 2 കരങ്ങൾ നിന്റെ വീട്ടിൽ ഉയർന്നിരുന്നാൽ മതി. നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടും. ഈ 2 കരങ്ങൾ നീ വല്ലവരുടെ നേരെ വിരൽ ചൂണ്ടിയാലും നന്മ ഉണ്ടാകണമെന്നില്ല. ഈ കൈ വല്ലവരുടെ മുമ്പിൽ നീട്ടിയാൽ കൈ നിറയണമെന്നില്ല. എന്നാൽ ഈ കരം 2 ഉയർന്നിരുന്നാലുണ്ടല്ലോ, ഇനി നിന്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയായിരിക്കാം, നിന്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഇപ്പോൾ അവതാളത്തിലായിരിക്കാം, ഒന്നും നടന്നില്ലായിരിക്കാം. എന്നാൽ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന ദൈവപൈതലേ, നന്മകൾ കൊണ്ട് നിന്റെ വായി നിറയും, നീ ഇരിക്കുന്നിടം നിറയും. കരമുയർത്തി സ്തോത്രം ചെയ്തോ. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ ബൈബിളൊക്കെ താഴെ വെച്ചിട്ട് 2 കരമൊന്ന് ഉയർത്തിക്ക്. ആ കൈകളിൽ യേശു തൊടുന്ന കാഴ്ച ഞാൻ കാണുന്നു. അപ്പോൾ എബ്രായ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? ക്രിസ്തുവിൽ നിന്ന് അവരുടെ നോട്ടം മാറിയിട്ട് പഴയ നിയമ പുരോഹിതന്മാരിലേക്കും ആ പഴയ ആലയത്തിലേക്കും അവിടുത്തെ ആചാരങ്ങളിലേക്കും ഒക്കെ അവരുടെ കണ്ണ് പതിഞ്ഞപ്പോൾ, വിശ്വാസത്തിൽ അവർ ആടി ഉലഞ്ഞപ്പോൾ, പഴയ നിയമത്തിലെ തന്നെ ഉദാഹരണങ്ങൾ എടുത്ത് 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ നിങ്ങൾ നോക്കി. ഒന്നും കണ്ടതിലേക്കല്ലല്ലോ അവർ പോയത്, അവരുടെ ഉള്ളിൽ കർത്താവ് കൊടുത്ത വാഗ്ദത്തത്തിലല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ യേശു കർത്താവിനെ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഞാൻ ലോകാവസാനത്തോളം കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ വാക്കുമാറത്തില്ല. ചില കാര്യങ്ങൾ ഇതുവരെ നടന്നില്ലായിരിക്കാം. ഈ എബ്രായ വിശ്വാസികളുടെ ആദ്യ സമയങ്ങളുണ്ടല്ലോ, നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ഭയങ്കര പീഡനങ്ങളുണ്ടായി വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ. അന്ന് അവർ നിന്നവരാ, അവരുടെ സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടു ഈ നാമത്തിൽ, അപ്പോൾ പോലും അവർ സഹിച്ചവരാ. തടവറയിലായപ്പോഴും അവർ സ്തോത്രം ചെയ്തവരാ. എന്നാൽ ഇപ്പോൾ അവരെന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളുടെ പൂർവ്വകാലം ഒന്ന് ഓർത്തേ. നിങ്ങളെ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ എന്തൊരു തീഷ്ണതയായിരുന്നു. വല്ലവരും പറഞ്ഞാൽ നിങ്ങളെ ഏക്കത്തില്ലായിരുന്നു, നിങ്ങളുടെ അകത്ത് വലിയ സന്തോഷമായിരുന്നു. ഇപ്പോൾ ചെറിയ കാര്യങ്ങളിൽ അവർ പതറുന്നു, അവരുടെ കാലിടറുന്നു, അവർ ഭാരപ്പെടുന്നു, അവർക്ക് വാഗ്വാദം വരുന്നു, അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു അവർ. അപ്പോൾ അവരെ ബലപ്പെടുത്തുകയാണ്. അതാണ് 10:39 വായിച്ചേ. അവരൊരു വലിയ പിന്മാറ്റത്തിലേക്ക് പോവുകയാണ്. അവരുടെ ഉള്ളിലെ വിശ്വാസം പോയിട്ട് കാഴ്ചയാലാകുക. അവർ മറ്റേത് വിശ്വാസത്താലായിരുന്നു അവരുടെ പോക്ക്, ഇപ്പം എല്ലാം കാണുന്നതിനെ വെച്ചാണ്. അതാണ് 10:39 വായിച്ചാട്ടെ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഇവരൊരു പിന്മാറ്റത്തിന്റെ വക്കിലാണ്. എവിടുന്ന് അവർ മാറിയിരിക്കുന്ന? ക്രിസ്തുവിൽ നിന്ന്. യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ നോക്കുന്നതിന് പകരം അതും ഇതുമെല്ലാം അവരുടെ തലയിൽ കയറുകയാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായർ 3:1 പറയണം, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും, ഉറക്കപ്പറ അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുക. ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ പലയിടത്തായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഹീ ഈസ് ദ പെർഫെക്റ്റ് പ്രീസ്റ്റ്. ഉറക്കെ പറഞ്ഞേ, പെർഫെക്റ്റ് പ്രീസ്റ്റ്. ഒത്തിരി പുരോഹിതന്മാരുണ്ടായിരുന്നു. അഹരോൻ മുതൽ ഇങ്ങോട്ട് ഒത്തിരി പുരോഹിതന്മാരുണ്ടായിരുന്നു. ഒടുവിൽ ഹൈനാവും കയ്യഫാവും. ഈ ലേഖനം എഴുതുമ്പോഴും യെരുശലേം ദേവാലയം തകർന്നിട്ടില്ല. AD 70 മുമ്പായിരിക്കണം ഈ ലേഖനം എഴുതിയത്. അതുകൊണ്ടാണ് 10-ാം അധ്യായത്തിൽ പറയുന്നത്, അവിടെ ആ ആലയത്തിൽ അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പുരോഹിതന്മാർ ഇപ്പോഴും നിൽക്കുന്നു. യെരുശലേം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്തോ വിശുദ്ധ സ്ഥലത്തോ പുരോഹിതന്മാർക്ക് ഇരിക്കാൻ ഒരു കസേര ഇട്ടിട്ടില്ല, നിന്നോണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ ശുശ്രൂഷ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? തീരുന്നിട്ടില്ല. എന്നാൽ എനിക്കും നിങ്ങൾക്കുമോ ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ട വീണ്ടെടുപ്പ് നടത്തിയിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നിനക്ക് വേണ്ടി ഇനി ഒരു യാഗവും വേണ്ട, നിനക്ക് വേണ്ടി ഇനിയൊന്നും കൊടുത്തു തീർക്കാനില്ല, നിനക്ക് വേണ്ടി ഇനി ഒരു കർമ്മവും ശേഷിക്കുന്നില്ല. മുഴുവൻ തീർത്തിട്ട് നമ്മുടെ പുരോഹിതൻ ഇരിക്കുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. എബ്രായർ 10 പറയുന്നു, അവരുടെ പുരോഹിതന്മാർ നിൽക്കുന്നു. കൈകൊടുത്ത് പറ, നിന്റെ പുരോഹിതൻ നിനക്ക് വേണ്ടി സകലവും ചെയ്തിട്ട് വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു, നിന്റെ കാര്യം പിതാവിനോട് പറയാൻ. ആകയാൽ തൽസമയത്ത് സഹായം വേണ്ടിയപ്പോൾ ധൈര്യത്തോടെ വന്നോളാനാ. ഈ പുരോഹിതൻ പൂർണ്ണതയുള്ള പുരോഹിതനാ. ഈ പുരോഹിതൻ മരണത്തെ ജയിച്ചവനാ. ഈ പുരോഹിതൻ പ്രവർത്തിച്ച് അവസാനിപ്പിച്ചവനാ. ഈ പുരോഹിതൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല. നിനക്ക് വേണ്ടത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ പറയുന്ന യേശു ഒരു കഥയല്ല, കേവലം ഒരു പുരാണ കഥാപാത്രമല്ല, ജീവനോടെയുണ്ട്. അവൻ യേശു ഈ ലോകത്ത് വന്നപ്പോൾ ലോകത്തിൻ്റെ ചരിത്രം AD എന്നും BC എന്നും രണ്ടായി മാറിയെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ചരിത്രം പാടെ മാറും. ആ ഗ്രാഫ് നേരെ മുകളിലേക്ക് വരും. വഴികൾ തുറക്കപ്പെടും. ഈ ലോകത്തിലെ അനുഗ്രഹം മാത്രമല്ല, നിത്യജീവൻ്റെ പ്രത്യാശ, പാപമോചനത്തിൻ്റെ ഉറപ്പ്, നമ്മുടെ കഴിഞ്ഞ നാളുകൾ ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകളും അപരാധങ്ങളും
ക്ഷമിച്ച് നമ്മളെ കഴുകി നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാൻ പാപിയാണ്, കൊള്ളരുതാത്തവനാണെന്നുള്ള ചിന്ത മാറ്റിക്കളയാൻ കഴിയുന്ന ഒരു രക്തം, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളും കർത്താവെ, വേദനയോടും ചിലരുടെ വേർപാടിൻ്റെ കണ്ണുനീരോടും ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വൈധവ്യം അനുഭവിക്കുന്നവർ, അതുപോലെ കർത്താവെ സ്തോത്രം, അനാഥത്വം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുമ്പോൾ, അപ്പൻ നഷ്ടപ്പെട്ട, അമ്മ നഷ്ടപ്പെട്ട, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട വേദനയിൽ ഇത് കേൾക്കുന്നവർ, കർത്താവെ അങ്ങ് വിധവയ്ക്ക് കാന്തനും അനാഥർക്ക് അപ്പനുമാണല്ലോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് അങ്ങ് ചെല്ലുന്നതിനായി സ്തോത്രം. ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സ്നേഹം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ അനുഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതുവഴികൾ അവർക്ക് തുറക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിധവമാരായി തീർന്നവർ വിടുതലാകട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തൃക്കരം നീട്ടി പൂർണ്ണ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ഞാൻ കൽപ്പിക്കുകയാണ്. സൗഖ്യമാകട്ടെ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. വർഷങ്ങളായ തലവേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടൽ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നികൾ സൗഖ്യമാകുന്നു. ഹാർട്ട് പ്രോബ്ലം സൗഖ്യമാകുന്നു. ലിവർ പ്രോബ്ലം സൗഖ്യമാകുന്നു. ആയുസ് അറ്റെന്ന് പറഞ്ഞിടത്ത് ജീവൻ വ്യാപരിക്കുന്നു. കർത്താവെ, കരം നീട്ടിയതിനായി സ്തോത്രം, വിടുതലയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് കൂടെയുണ്ട്. നിങ്ങളുടെ ജീവിതം കണ്ണുനീരിൽ നിന്ന് ആനന്ദത്തിലേക്ക് കർത്താവ് മാറ്റുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. I bless you in Jesus' name. Amen. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും ഇന്ന് വൈകിട്ട് 5:30 എടക്കരയിൽ പ്രസ്റ്റീജ് പാലസ്. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും നാളെ മഞ്ചേരിയിൽ ജയശ്രീ ഓഡിറ്റോറിയം, കാലിക്കറ്റ് റോഡ്. ശുശ്രൂഷ രാവിലെ 10. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും ഇരിങ്ങാലക്കുടയിൽ സെപ്റ്റംബർ 24 വ്യാഴം. ശുശ്രൂഷകൾ രാവിലെ 10. ടൗൺ ഹാൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. ഒത്തിരി ചിരിയും ഒത്തിരി കളിയും ഒരുപാട് പാട്ടുകളുമായി ഹെവൻലി ഫീസ്റ്റ് VBS ദോഹയിൽ സെപ്റ്റംബർ 23, 24, 26 തീയതികളിൽ ദോഹ ആംഗ്ലിക്കൻ ചർച്ചിന്റെ FSUS ഹാളിൽ രാവിലെ 10 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെ. चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति. चरणों में आकर हाथ उठाकर करते हैं तेरे